ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം. എന്തിനോടും പുലർത്തിയ ഒരു മിതത്വമായിരുന്നു ക്രിസ്തുവിൻ്റെ അപൂർവചാരിതകളിലൊന്ന്. ദമമെന്നാണ് ഇതിൻ്റെ ഭാരതീയ ഭാഷ്യം. വിർച്വ ഓൾവേസ് സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ എന്ന സെൻ്റ് അഗസ്റ്റിൻ്റെ വായന ഇതിനോട് ചേർന്ന് ഓർമ്മിക്കാവുന്ന. മധ്യതലങ്ങളിലായിരിക്കുകയാണ്, നന്മയിലായിരിക്കുന്ന സാരം. ശരീരവുമായി ബന്ധപ്പെട്ട് എപ്പോഴും രണ്ട് നിലപാടാവാം. ഒന്നെങ്കിൽ ഇതിന് അനുവാദമില്ലാത്ത വിധത്തിൽ പരിലാളനയ്ക്ക് വിധേയപ്പെടുത്തുക, ഒരുതരം എപ്പിക്യൂറിനിസം. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്രയും ശരീരത്തെ ലാളിക്കാനുള്ള ശ്രമത്തിൽ ഒത്തിരി ഭക്ഷിക്കുക എന്നൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവർ കരുതി. വേറെ നന്നായിട്ട് നിറഞ്ഞിട്ട് വീണ്ടും ഭക്ഷിക്കാനാവത്തില്ലാതെ പോകുമ്പോൾ അത് ശ്രദ്ധിച്ച് കളയാനായിട്ട് വൊമിറ്റോറിയം പോലും അവർക്കുണ്ടായിരുന്നു. മറ്റൊന്ന്, ഇതിനോട് വല്ലാത്ത നിരാശം പുലർത്തുക, ഇതിനോട് വല്ലാത്ത ടോർച്ചർ കൊടുക്കുക. ഒരുതരം സ്വയം പീഡനം എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് ചിലപ്പോൾ കൈവിട്ട് പോകാൻ ചോയ്സ് എന്നൊക്കെ പറയുന്ന ഒരു പ്രതലമുണ്ട്. പഴയകാല ആശ്രമ സങ്കല്പങ്ങളിലൊക്കെ അതിൻ്റെ സൂചനകൾ കാണുന്നുണ്ട്. ഭിത്തിയിലൊക്കെ തങ്ങളെ തന്നെ പീഡിപ്പിക്കാനായിട്ട് ആ തൊട്ടുമുമ്പത്തെ തലമുറയിലെ സന്യാസികൾ ഉപയോഗിച്ചിരുന്ന ആ ലോഹം കൊണ്ടുള്ള ചില ഉപകരണങ്ങളൊക്കെ മിക്കവാറും ആശ്രമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആരോഗ്യകരമായൊരു സമീപനം, എപ്പോഴും ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ അനുപാതങ്ങളിലായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സാരം. അതുകൊണ്ട് ഒരു ഗുരു നന്നായിട്ട് ശിഷ്യ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വാദ്യോപകരണം എടുത്തിട്ട് ആളിങ്ങനെ ട്യൂൺ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അതിങ്ങനെ തന്ത്രി ഇങ്ങനെ വല്ലാതെ വലിഞ്ഞു മുറുകുന്ന കണ്ടിട്ട് ശിഷ്യ പറഞ്ഞു, വേണ്ട, ഇതിനപ്പുറത്തേക്ക് മുറുക്കി കഴിയുന്നാൽ ഇതിൻ്റെ തന്ത്രികൾ പൊട്ടിപ്പോകും. പള്ളി ചിരിയോടുകൂടി അങ്ങനെ റിവേഴ്സ് എടുക്കാൻ തുടങ്ങി. അത് വല്ലാതെ അഴിഞ്ഞു തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഇതും വേണ്ട, ഇനി ഇതിനകത്ത് എങ്ങനെ പാട്ടുണ്ടാവുക. ഇവർ പറഞ്ഞു, ഇതെല്ലാത്തിനും ബാധകമായ നിയമം, ഒത്തിരി മുറുക്കാനും പാടില്ല, വല്ലാതെ അയക്കാനും പാടില്ല. അതിനിടയിൽ എവിടെയാണ് എല്ലാത്തിൻ്റെയും ട്യൂണിങ് സംഭവിക്കേണ്ടത്? ശരീരത്തിൻ്റെ അത്തരം ആരോഗ്യകരമായ ഒരു ട്യൂണിങ്ങിന് സഹായിക്കുന്ന ഒരു വിചാരമാണ് ഉപവാസം എന്ന് പറയുന്നത്. എല്ലാ സംസ്കാരങ്ങൾക്കകത്ത്, എല്ലാ മതങ്ങൾക്കകത്തുമൊക്കെ അതിന് കൃത്യമായ റോളുണ്ട്. റംസാൻ ദിനങ്ങളിലൊക്കെ നമ്മുടെ ഇസ്ലാം സഹോദരന്മാർ ഉമിനീര് പോലും ഇറക്കാതെ ഒക്കെ അതിനെ ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഒരു നിയമസഭ സാമാജികൻ ടി എൻ പ്രതാപനാണത് തൻ്റെ ഇസ്ലാം സഹോദരന്മാരുടെ ഒരു സോൾഡാരിറ്റിയുടെ ഭാഗമായിട്ട് റംസാൻ ദിനങ്ങളിലൊക്കെ അവരോടൊപ്പം നോമ്പെടുക്കുന്നതായിട്ട് വാർത്ത പത്രത്തിൽ വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. ഹൈന്ദവ പാരമ്പര്യങ്ങളുണ്ട് ഇത്തരം കൃത്യമായ ഉപവാസങ്ങളൊക്കെ. ചെറുപ്പത്തിൽ എനിക്കിഷ്ടമുള്ള പേരുകളൊന്നും അപർണ എന്ന് പറഞ്ഞ പേരായിരുന്നു. ആ വാക്കിൻ്റെ ഒരു കൗതുകം കൊണ്ടോ അതിൻ്റെ റൈം കൊണ്ടോ ഒക്കെ നമുക്ക് അതിനോട് ഇഷ്ടം തോന്നിയതാണ്. അപ്പോൾ അതിൻ്റെ പൊരുൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരില പോലും ഭക്ഷിക്കാതെ, അപർണ എന്ന് പറഞ്ഞ ഇലയാണല്ലോ, ഒരില പോലും ഭക്ഷിക്കാതെ തൻ്റെ തപസ് അനുഷ്ഠിച്ച ഒരു ദേവീസങ്കല്പവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ പാരമ്പര്യങ്ങൾ ആ പേര് വരുന്നത്, അപർണ എന്ന് പറയുന്ന പേര് വരും. എല്ലാവരും എല്ലായിടങ്ങളിലും ഉപവാസത്തെ ഗൗരവമായിട്ട് എടുത്തു. ക്രിസ്തുവിന് ഇടം കൊടുത്ത, ക്രിസ്തു വളർന്ന ആ സംസ്കാരത്തിൽ ഉപവാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ഉപവാസത്തിലുള്ള നിലപാട് ആദ്യഘട്ടങ്ങളൊക്കെ വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നമുക്കറിയാം, ക്രിസ്തു 40 ദിവസം ഉപവാസിച്ചൊരു ഒരാളാണ്. അത്രയും ദീർഘമായ ഉപവാസങ്ങളിലൂടെ അധികം പേരും കടന്നുപോയിട്ടുണ്ടാവില്ല ഈ ഭൂമിയിൽ. എന്നിട്ട് അത്രയും കൃത്യമായിട്ട് സ്വയം ഉപവാസത്തിന് വിധേയപ്പെട്ടിട്ടും തൻ്റെ പാഠങ്ങളിൽ ഉപവാസം എന്ന് പറയുന്ന പാഠത്തെ ക്രിസ്തു അനുവാദമില്ലാതെ ഒന്നും പരാമർശിച്ചിട്ടില്ല. ഒരുപക്ഷെ ആദ്യഘട്ടങ്ങളിൽ തീരെ പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ കാലത്തിനകത്ത് ആവശ്യമുള്ള സന്ദേഹങ്ങളുണ്ട്. ഇത്തരം ചില കാര്യങ്ങളോട് അവിടുത്തെ നിലപാടെന്താണ് അത് നേരിട്ടറിയാൻ തന്നെ അവർ തീരുമാനിച്ചു. നേരിട്ടറിയാനായിട്ട് അവരെത്തുന്ന മിക്കവാറും ക്രിസ്തു വിരുന്നുണ്ണുന്ന ഒരു മേശയിലായിരിക്കണം. കാരണം 40 ദിവസം ഉപവസിച്ച ക്രിസ്തുവിനെ 40 വിരുന്ന് മേശകളിലായിട്ട് സുവിശേഷകന്മാർ അടയാളപ്പെടുത്തുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ആ ഒരു ഇക്ലിബ്രിയം സൂക്ഷിക്കാനുള്ള ഭാഗമൊക്കെ ആയിട്ടായിരിക്കണം അത്. അവിടെ വന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? യോഹന്നാന്റെ ശിഷ്യന്മാർ നന്നായിട്ട് ഉപവസിക്കുന്നുണ്ടല്ലോ. അത് വാസ്തവത്തിൽ ക്രിസ്തുവിനെതിരായിട്ടുള്ള ആരോപണമാവാൻ വഴിയില്ല. കാരണം പാലസ്തീൻ കണക്കുള്ള ചെറിയ ഒരിടത്തിൽ 40 ദിവസം ക്രിസ്തു നടത്തിയ ആ ഒരു മാറി നിൽപ്പ്, ഉപവാസം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ഗ്രാമീണരുടെ കൊച്ചുവർത്താനത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഓൾറെഡി ആയിട്ടുണ്ടാവും. അത് ശിഷ്യർക്ക് മീതെയുള്ളൊരു ആരോപണം കണക്ക് അനുഭവപ്പെടുക. ഇപ്പോഴാണ് ക്രിസ്തു അവരോട് ഉപവാസത്തിൻ്റെ മർമ്മം പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഉപവാസം എന്നുള്ളതിൻ്റെ കാതിൽ പറയുന്നത്. അതിങ്ങനെയാണ്, മണവാളൻ കൂടുള്ളപ്പോൾ വിവാഹാദികൾ ഉപവസിക്കേണ്ട കാര്യമില്ല. ഈ മണവാളൻ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ക്രിസ്തുവിലേക്കുള്ള തന്നെ അർത്ഥസൂചന തന്നെ. കാരണം യോഹന്നാൻ ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്ന വാക്കതാ മണവാളൻ. മണവാളൻ എന്ന് പറഞ്ഞാൽ സങ്കല്പത്തിലെ പുരുഷന്. ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഇന്നോളം തൻ്റെ സങ്കല്പത്തിലെ പുരുഷനെ സ്ത്രീയെ കണ്ടെത്തിയിട്ടില്ലാത്തതെന്ന് പറയുന്ന കണക്ക് ആ സങ്കല്പത്തിൽ എവിടെ കിടക്കുന്ന ഒരാളുടെ പേരാണ് ഈ മണവാളൻ എന്ന് പറയുന്നത്. അപ്പോൾ മാനവരാശിയുടെ സങ്കല്പം ഒരു പുരുഷൻ കൂടെ ഉണ്ട്. നിങ്ങൾ കാക്ഷിക്കാവുന്നതിൽ ഏറ്റവും വലിയ സാന്നിധ്യം, ഏറ്റവും വലിയ ചൈതന്യം നിങ്ങളോടൊപ്പം ഒരേ മേശയ്ക്ക് അടുത്തിരിക്കുമ്പോൾ
ഒരേ കൂരയിൽ വസിക്കുമ്പോൾ, ചങ്കോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ അനുവദിക്കുമ്പോൾ നിങ്ങൾ ഉപവസിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ മണവാളൻ അവൽ എടുത്തു മാറ്റപ്പെടുന്നൊരു കാലം വരും. അപ്പോൾ നിശ്ചയമായിട്ടും അവർ ഉപവസിക്കും. ഇതിനകത്ത് ക്രിസ്തു തൻ്റെ പെടകൊച്ചിൽ ഉപയോഗിക്കുന്നൊരു ഗൗരവമായൊരു രീതി നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ്. അവനവൻ്റെ അകത്തുനിന്ന് വരേണ്ട കാര്യങ്ങളാണ്. സ്പോണ്ടേനിയസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ. അതിന് മാത്രമേ അഴകുണ്ടാവുകയുള്ളൂ. അല്ലാതെ ശാഠ്യം കൊണ്ടും നിഷ്ഠ കൊണ്ടും ഒക്കെ തൻ്റെ കാലത്ത് ഉപവസിപ്പിക്കാനോ അല്ലെങ്കിൽ നിഷ്ഠകളിൽ കൂട്ടിക്കൊണ്ടുപോകാനോ തപച്ചിലുകൾ അടിച്ചേൽപ്പിക്കാനോ ഒന്നും ക്രിസ്തു ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സൗന്ദര്യമുള്ളൊരു ബദലാണ് വാസ്തവത്തിൽ. അപ്പോൾ ഓരോരുത്തർക്കും സ്വയം തോന്നുന്നൊരു കാലം വരും. എന്തെങ്കിലും ഒരു ദിവസം ആർക്കെങ്കിലും ഒക്കെ അനുഭവപ്പെടുകയാണ് തങ്ങളുടെ മണവാളൻ തൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞെന്നാൽ നിശ്ചയമായിട്ടും ആ മണവാളിലേക്ക് എത്താനായിട്ടുള്ള ഇടനാഴിയുടെ പേരാണ് ഉപവാസം എന്ന് പറയുക. മണവാളൻ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്തു തന്നെ ആവണമെന്നില്ല. ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രഷ്യസ് നിങ്ങൾ കരുതുന്ന ഏതനുഭവത്തിൻ്റെ നഷ്ടവും മണവാളിൻ്റെ നഷ്ടം ഒരു വലിയ അളവ് വരെ. പ്രണയം നഷ്ടപ്പെട്ടാലും സൗഹൃദം നഷ്ടപ്പെട്ടാലും കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോയാലും അല്ലെങ്കിൽ ഭൂമിയുടെ ചാരു നഷ്ടമായാലും ഒക്കെ ഈ പറയുന്ന ആ മണവാളൻ നഷ്ടമാകുമെന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ വേണ്ടിയിട്ടുള്ള പ്രതലങ്ങൾ തന്നെയാണ്. അപ്പം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഗൗരവമായ ഒരു നഷ്ടം സംഭവിച്ചവർക്ക് അതിനെ തിരികെ പിടിക്കാനായിട്ടുള്ള ഒരു ഇടനാഴിയുടെ പേരാണ് ഉപവാസം. അതിനങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് ശാഠ്യങ്ങളുടെ ഒരു ആവശ്യം പോലും ഇല്ലാതെയായിട്ട് മാറുന്നു. കാരണം ഇപ്പം നമുക്കറിയാം ഈ മണവാളിനെ കണ്ടെത്തിയേ പറ്റൂ. നിശ്ചയമായിട്ടും അതിന് ഏത് വഴി സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. ഒരു കാര്യം കൂടി നമ്മൾ നിരീക്ഷിക്കുന്ന ഇതാണ്. ഉപവാസം എന്ന് പറയുമ്പോൾ ഈ ഭക്ഷണം കഴിക്കാത്ത മാത്രം ഒരു ക്രമത്തിൻ്റെ പേരാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ വളരെ ചെറുതായിട്ടാണ് കാണണം. ഡയറ്റിംഗ് എന്നൊക്കെ പേരിൽ നമ്മുടെ ചെറിയ പെൺകുട്ടികളൊക്കെ ഏർപ്പെടുന്ന ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉപവാസപ്പെടുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ IT-ലൊക്കെ ജോലി ചെയ്യുന്ന മക്കൾക്ക് ആ സമ്മർദ്ദം കൊണ്ട് 2 ബിസ്ക്കറ്റൊക്കെ ആയിട്ട് തങ്ങൾ പണി ചെയ്യുന്നതൊക്കെ ഓർക്കുമ്പോൾ അതും ഉപവാസത്തിൽപ്പെടുമോ? ഒരുപക്ഷെ ഒരളവിൽ ഉപവാസമൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അതിൻ്റെ വളരെ ഒരു ചെറിയൊരു അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആയിട്ട് മാറുള്ളൂ. ഉപവാസം എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൾച്ചറാണ്. എന്തിനോടും ഒരു കൾച്ചർ രൂപപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ശരിക്കുള്ള ഉപവാസം എന്ന് പറയുന്നത് ഒരാൾ അയാളുടെ ചുറ്റും ക്രിസ്തു ഉണ്ടാക്കിയത് കണക്ക് ഒരു മരുഭൂമി അനുഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ആ മരുഭൂമി അനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെ ഏകാന്തയുടെ അനുഭവമാണ്, നിശബ്ദയുടെ അനുഭവമാണ്, അഗാധമായ ദൈവാനുഷ്ഠത്തിൻ്റെ അനുഭവമാണ്. എല്ലാം ഒറ്റ വാക്കി പറഞ്ഞെന്നാൽ ആ പരമചൈതന്യവുമായിട്ട് അല്ലെങ്കിൽ ആ പരമചൈതന്യത്തിൻ്റെ പാദപീഠങ്ങളിൽ ഇരിക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഉപവാസം. വാക്കിൻ്റെ അർത്ഥം പോലും അത് തന്നെ, ഉപവസിക്കുക, സിറ്റിംഗ് അറ്റ് ദ ഫീറ്റ് എന്നുള്ളതാണ്. നമ്മൾ ഉപനിഷത്ത് എന്നൊക്കെ പറയുന്നത് പോലും അതിൻ്റെയൊക്കെ എത്തിമോളജി ഏതാണ്ട് ഇതിങ്ങനെ തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അരികിലിരുന്ന് പഠിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണല്ലോ ഉപനിഷത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പാദങ്ങളിലിരിക്കുന്ന ഒരു കർമ്മത്തിൻ്റെ പേരാണ് ഉപവാസം. ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ട് ഒരാൾ ആ പാദങ്ങളിൽ ഇരുന്നില്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ വളരെ മൈനറായ ഭാഗം മാത്രമായിട്ട് മാറുന്നു. മേരി തിരഞ്ഞെടുത്ത കണക്ക് ഒരു നല്ല ഭാഗം തിരഞ്ഞെടുക്കാനായിട്ട് ഈ കാലത്തിൽ പറ്റുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒത്തിരി തിരക്കുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിനകത്ത് മിക്കവാറും കണ്ടുമുട്ടുന്ന എല്ലാവരും സ്വയം മാർത്തമാരായിട്ട് ധരിച്ചുകൊണ്ടിരിക്കുക. അവർ വിചാരിക്കും തങ്ങൾ ഓടിയെത്തിയാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ, തങ്ങളുടെ കൈ ഇടപെട്ടാൽ മാത്രമേ ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് പോവുകയുള്ളൂ, തങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വല്ലാതെ പരിഗണിലാകുന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണകളുടെ പുറത്ത് ഓരോരുത്തർ ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ടോടുന്ന നിങ്ങളുള്ള മാർത്തായോട് മേരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്തു പറയും, ഇവളിൽ നിന്ന് ആ നല്ല ഭാഗം തിരഞ്ഞെടുക്കുക. എന്താണ് അവൾ തിരഞ്ഞെടുത്ത നല്ല ഭാഗം? അത് കൃത്യമായ ഉപവാസമാണ്. അവളെൻ്റെ പാദപത്മങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 19 ദിവസത്തെ നോമ്പ് പോലും വാസ്തവത്തിൽ അവിടുത്തെ പാദപത്മങ്ങൾ ഇരിക്കാൻ വേണ്ടിയാണ്. അടുക്കലിരുന്ന് കൊണ്ട് അവിടുന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കാനുള്ള സമയമാണ്. പ്രാർത്ഥനയിൽ പോലും നമ്മുടെ ഒത്തിരി കഠിന വചസ്സുകൾ കൊണ്ടും തിരക്കുകൾ കൊണ്ടും ഒക്കെ ഈ കേൾക്കാനായിട്ടുള്ള സമയം നേരം കൊടുക്കുന്നില്ല. അപ്പോൾ സിറ്റിംഗ് അറ്റ് ദി ഫീറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഉപവാസത്തിൻ്റെ ധർമ്മം. അപ്പം അതിലേക്ക് എത്താനായിട്ട് എന്നെ സഹായിക്കുന്ന ഒരു പരിസ്ഥിതിയുടെ പേരൊക്കെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൻ്റെ പേരൊക്കെയാണ് ഈ ഭക്ഷണം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഉപവാസം എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷിച്ചേണ്ട കാര്യമായിട്ട് ക്രിസ്തു പറയുന്നുണ്ട്. വളരെ പ്രസാദത്തിലാണ്. ഒരാൾ ഉപവസിക്കരുതെന്ന് അയാളുടെ കാലം, ഉപവസിക്കുന്നതിനെ കുറിച്ച് അയാളുടെ കാലം തിരിച്ചറിയുന്ന പോലും ക്രിസ്തു ആഗ്രഹിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ 40 ദിവസം പട്ടിണി കിടന്ന ഈ മനുഷ്യൻ കഠിനമായ ആ ഉപവാസത്തെക്കുറിച്ചൊന്നും ഒരിക്കലും ഒരു സൂചന തരാതെ പോയത്. നമ്മൾ വേണ്ടെന്ന് വെച്ച കാര്യങ്ങൾ നമുക്കും തമ്പുരാനിടയിൽ മാത്രം അറിവുള്ള ഘടകങ്ങളാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വഴിയായിട്ട് നമ്മളതിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ അങ്ങോട്ട് വല്ലാതെ ഡിമിനിഷ് ചെയ്യാനായിട്ട്, ക്വാളിറ്റി വല്ലാതെ അങ്ങ് സ്ക്യൂസ് ചെയ്യാനായിട്ട് കാരണമായിട്ട് മാറുന്നുണ്ട്. ഒരാൾ ചെയ്ത സുഹൃത്തുക്കൾ അയാൾ തന്നെ അനുഷ്ഠിക്കുന്ന തപച്ചിലുകളൊക്കെ വെളിപ്പെടുത്തേണ്ടതല്ല. അതുകൊണ്ട് ക്രിസ്തു പറയും, ഈ ഉപവസിക്കുമ്പോൾ ഇങ്ങനെ മുഖത്ത് വിഷാദം ഉണ്ടാകണം പറയുക, പുഞ്ചിരി ഉണ്ടാവണം, മുടിയിഴകളിൽ എണ്ണ തേക്കണം എന്നൊക്കെ പോലും ക്രിസ്തു പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നിശബ്ദമായിട്ട് ഉപവാസത്തിൽ ഏർപ്പെടുന്ന ഒത്തിരി മനുഷ്യരുണ്ടാകും ഈ ഭൂമിയിൽ. ഞാൻ വിചാരിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ചെയ്യുന്ന അങ്ങനെ തന്നെ ആയിരിക്കണം. വായനയിൽ തന്നെ വല്ലാതെ തൊട്ടൊരു സംഭവമുണ്ട്. കസ്സാക്സിൻ്റെ ആത്മകഥ എന്ന റിപ്പോർട്ട് ഗ്രീക്കോ. അതിനകത്ത് ഈ മനുഷ്യൻ
ഒരു വളരെ വൈകി ചെന്നിട്ട് ഒരു ഗ്രാമത്തിൽ ചെല്ലിയേ. അപ്പോൾ ഈ എവിടെ ചെന്നാലും ആ ഗ്രാമത്തിൽ ഒരു പുരോഹിതന്റെ ഭവനത്തിൽ വസിക്കാനായിട്ടായിരുന്നു എപ്പോഴും സാക്സിന് താല്പര്യം. കാരണം അത്തരം ഭവനങ്ങൾ വലിയ ഊഷ്മളത കൊടുക്കുന്ന ഇടങ്ങളാണ്, വലിയ സ്വാഗതം കൊടുക്കുന്ന ഇടങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് കൊട്ടി അകത്തുനിന്ന് ഒരാൾ വരാനായിട്ട് ഇത്തിരി വൈകി. കുറെ കഴിഞ്ഞപ്പോൾ ആ വീടിന്റെ ഗൃഹനാഥൻ, ആ പുരോഹിതൻ എന്ന് പറഞ്ഞ വ്യക്തി വരുന്നു. രാപാർക്കാനും ഭക്ഷണം കഴിക്കാനുള്ള എൻ്റെ ആഗ്രഹം സാക്സ് പറയുമ്പോൾ നിശ്ചയമായിട്ട് ഇത്ര നേരം കാത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞ ആൾ അകത്തേക്ക് പോകുന്നു. അകത്തെന്തൊക്കെയോ ചെറിയ ചർച്ചകളൊക്കെ ഇയാൾ കേൾക്കുന്നുണ്ട്, താല്പര്യമാരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അകത്തേക്ക് കയറുമ്പോൾ അകത്താരുമുള്ള മട്ട് കാണുന്നില്ല. ഇയാൾക്കുള്ള ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. ആ പുരോഹിതൻ അടുത്തിരുത്തി ഇയാൾക്ക് അത് ഊട്ടുന്നു, പിന്നെ മുറി കൊടുക്കുന്നു. പുലരിയാകുമ്പോൾ ആ ദിവസത്തേക്ക് ആവശ്യമുള്ള ആളുടെ പ്രാതൽ പോലെ ഈ പുരോഹിതൻ പൊതിഞ്ഞു കെട്ടിയാണ് കൊടുത്തു വിടുന്നത്. നഗരത്തിന്റെ ആ ഒരു നിരത്തിലെത്തുമ്പോൾ എവിടെയാണ് ഇന്നലെ രാത്രി അന്തിയുറങ്ങിയെന്ന് ചോദിച്ച ആ ഗ്രാമീണ അല്ലെങ്കിൽ ആ ചോദിച്ച മനുഷ്യരോട് ഇയാൾ പറഞ്ഞു, ഇതാ ഇന്നയാളുടെ വീട്ടിലാണ്, ഈ പുരോഹിതന്റെ വീട്ടിലാണ്. അപ്പോൾ അവർ പറഞ്ഞു, എന്നിട്ട് ആ വീട്ടിനകത്ത് നടന്ന മരണം നിങ്ങൾ അറിഞ്ഞില്ലേ? ഏത് മരണം? അത് അറിഞ്ഞിട്ടേ ഇല്ല. തലേന്ന് ഈ പുരോഹിതന്റെ മകൻ മരിച്ചു. സാക്സ് ഒരുപക്ഷെ രാത്രി ചെല്ലുമ്പോൾ ആ മകനെ മീതയായിട്ട് ആചാരങ്ങളൊക്കെ ചെയ്ത് വശങ്ങളിലിരുന്ന് കരയുകയായിരിക്കണം അവനുമായി ബന്ധപ്പെട്ട എല്ലാവരും. നിശ്ചയമായിട്ട് ആ വീടിനകത്ത് ആരും ആ രാത്രി ഭക്ഷിക്കാൻ സാധ്യതയില്ലല്ലോ. കുട്ടി മരിച്ച ഭവനത്തിനകത്ത് എങ്ങനെ മനുഷ്യൻ ഭക്ഷിക്കുക? എന്നിട്ടും ഈ രാത്രിയിൽ അത് തെല്ലെന്ന് മാറ്റി നിർത്തിയിട്ട് ഈ മനുഷ്യന് ഭക്ഷണം വിളമ്പിയ ഒരാളുണ്ടല്ലോ. അത്രയും ചില മനുഷ്യരൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും ഗ്രാവിറ്റിൽ അല്ലെങ്കിൽ പോലും തങ്ങൾ വേണ്ടെന്ന് വെച്ച കാര്യങ്ങൾ, തങ്ങൾ ഉപേക്ഷിച്ച് വെച്ച കാര്യങ്ങളുടെ ഒക്കെ ഒരു സൂചന പോലും കൊടുക്കാതെ ആ ജീവിതത്തെ വളരെ ഗുണപരമായിട്ട് നേരിടുന്നവർ, അതൊക്കെ ക്രിസ്തു നമ്മളൊന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഉപവസിക്കുമ്പോൾ ആ ഉപവസിക്കുന്ന തോന്നൽ പോലും ഇല്ലാത്ത മട്ടിൽ ഉപവസിക്കാനായിട്ട് ഇതൊക്കെ നല്ല സൂചനകളാണ്. വിശേഷം നമ്മുടെ കാലം എന്നൊക്കെ പറയുന്നത് കുറച്ചിങ്ങനെ അതിൻ്റെ പ്രകടനാത്മകതയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കാലം. ഉപവാസത്തെക്കുറിച്ച് പോലും മനുഷ്യർ ഇങ്ങനെ ഹുങ്ക് പറയുന്നതൊക്കെ ചെറിയൊരു ഫലത്തിൻ്റെ ഒക്കെ രസം ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. അപ്പം എന്തിനു വേണ്ടിയാണ് ഉപവാസം എന്നുള്ളത് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നത്. തിന്മയെ നേരിടാനായിട്ടുള്ള ഏറ്റവും വലിയ വെപ്പണായത്. ബൈബിളിൽ തന്നെ ഒരു കുഞ്ഞു സംഭവം ഉണ്ടല്ലോ, ഒരു ഇങ്ങനെ കഠിനമായ തിന്മയ്ക്ക് കളിപ്പാട്ടമായി മാറിയ ഒരു ചെറുപ്പക്കാരൻ. അവൻ അതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരുതരം എക്സോർസിസ് നടത്താനായിട്ട് ശിഷ്യന്മാർ നടത്തിയ എല്ലാ ശ്രമങ്ങളും വൃഥായി പോവുക, പാഴായി പോവുകയാണ്. അപ്പോൾ അവർ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെട്ടു. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, ഇത്തരം ചില കാര്യങ്ങൾക്കകത്തുനിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിടുതൽ കൊടുക്കണമെങ്കിൽ, തിന്മയുടെ മീതെ ആധിപത്യം വേണമെങ്കിൽ നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ അഗാധമായ ഉപവാസവും പ്രാർത്ഥനയും. ഈ പറയുന്ന ഈ ഉപവാസം എന്ന് പറയുന്നത് തിന്മയ്ക്കകത്തുനിന്ന് വിടുതൽ കിട്ടാനായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് മാറുന്നുണ്ട്. അതിങ്ങനെ നമ്മുടെ സാമൂഹ്യ പരിസരത്തിലും ചരിത്രത്തിലും ഒക്കെ ആ ഒരു ടൂളിനെ ഒത്തിരി പേര് ഉപയോഗിച്ചിട്ടുണ്ട്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും സുന്ദർലാൽ ബഹുണയും അല്ലെങ്കിൽ നമ്മുടെ കാലത്ത് തന്നെ റോംസ് ശർമിളയൊക്കെ ഉപയോഗിക്കുന്ന ടൂൾ അത് തന്നെയല്ലേ. ചില മനുഷ്യർ പട്ടിണി കിടന്നുകൊണ്ട് ആസുരമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ചില തലങ്ങളെ ശുദ്ധീകരിക്കാനും വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനകത്ത് ഒരു വളരെ ലളിതമായൊരു മനഃശാസ്ത്രമുണ്ട്. പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ ഭക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ കുറ്റബോധത്തിന്റെ അലകൾ ഉയർത്തുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ വീട്ടങ്ങണെങ്കിൽ പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ തർക്കം വരുന്നു, പെട്ടെന്ന് ആ വീടിനകത്ത് ചെറിയ കുട്ടി പറഞ്ഞ് എനിക്ക് ഭക്ഷണം വേണ്ട. ഒരു കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ രാത്രി വീടിനകത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കാരണം ഇങ്ങനെ ഒരു നേരം കഴിച്ചൊക്കെ ജീവിക്കുന്ന മനുഷ്യരുടെ ഭൂമിയാണിത്. വിശേഷം ചില ഗോത്രവർഗ്ഗങ്ങളിലൊക്കെ ഒരു നേരത്തെ ഭക്ഷണമുള്ളൂ. മനുഷ്യന്റെ ആ ഒരു ആയുർദൈർഘ്യവുമായി ബന്ധപ്പെട്ട അടുത്ത ചില പഠനങ്ങൾക്കകത്ത് പറയുന്നത് അങ്ങനെ വളരെ ദീർഘമായ ആയുർദൈർഘ്യമുള്ള കുറെ അധികം ആഫ്രിക്കയിലെ ഗോത്രങ്ങൾ ഒരു ദിവസം ഒരൊറ്റ തവണ മാത്രമാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ 5 നേരം കൊണ്ട് നമ്മുടെ കുട്ടി ഒരു നേരം 3 സ്കിപ്പ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായി കുഴപ്പമൊന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉള്ളിലെ ആ ഒരു നന്മയോ നമ്മുടെ ഉള്ളിലെ ആ ഒരു ആർദ്രതയൊക്കെ ഉണർത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി പറയുന്നുണ്ട് നമ്മൾ ഭക്ഷിക്കാൻ പറയുന്നു, ഇല്ലെങ്കിൽ പിന്നെയും ശാഠ്യം പിടിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നു. ഇങ്ങനെ അത്രയും ലളിതമായൊരു മനഃശാസ്ത്രം ഇതിനകത്ത് കിടപ്പുണ്ട്. വിരുന്നുണ്ണുന്നവരെ, പട്ടിണി കിടക്കുന്നവർ ഏതൊക്കെയോ തരത്തിൽ ഈ കുറ്റബോധത്തിന്റെ അലകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ കുറ്റബോധത്തിന്റെ അലകൾ അത്രയും ശക്തമായി കഴിയുമ്പോൾ പിന്നെ അവർക്ക് അവരുടെ ഉള്ളിലൂടെ ഒഴുകുന്ന നന്മയെ പ്രതിരോധിക്കാണ്ട് കെൽപ്പില്ലാതെ പോകുന്നു. അങ്ങനെ ഒത്തിരി ഇടങ്ങളിൽ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്ര പശ്ചാത്തലങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വളരെ സൗന്ദര്യമുള്ള മൂർച്ചയുള്ള ഒരായുധത്തിന്റെ പേരാണ് ഉപവാസം. ആത്മാവിനും ശരീരത്തിനുമുള്ള നല്ല വിരുന്നാണ് ഉപവാസം എന്ന് പറയുക. ആത്മാവിനത് കൊടുക്കുന്ന വളരെയേറെ കൃത്യമായ ട്യൂണിംഗ് ഉണ്ട്. ജീവിതവുമായി ബന്ധപ്പെട്ട് തരുന്ന അതിൻ്റെ അരികളെ അത് വല്ലാതെ മൂർച്ച കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ശരീരം എന്ന് ഓർമ്മപ്പെടുത്തലായത്, അല്ലെങ്കിൽ ഇത്രയും മതി ശരീരത്തിനുള്ള ഓർമ്മപ്പെടുത്തലായത്. നോയമ്പ് ആരംഭിച്ചു തന്നെ നമ്മൾ അങ്ങനെയാണ്. ഒരു നുള്ളു വിഭൂതി നെറ്റിത്തടത്തിലിട്ടിട്ട് നിങ്ങളെ പുരോഹിതൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചതാണ്. ഇത്രയേ ഉള്ളൂ ജീവിതം.
അത്രയേ ഉള്ളൂ ജീവിതമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആകുലതകൾക്കകത്തും അതുമായി ബന്ധപ്പെട്ട ആഹ്ലാദങ്ങൾക്കും ഒക്കെ അതിനേക്കാൾ കുറഞ്ഞൊരു പ്രതലം ആവശ്യമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഉപവാസം എന്ന് പറയുക. പിന്നെ ഇങ്ങനെ ജീവിതത്തെ കുറച്ചുകൂടി ഏകാഗ്രതയിലോട്ട് എത്തിക്കേണ്ടതുണ്ട്. ഒത്തിരി കാര്യങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന ജീവിതത്തെ പിന്നെ വളരെ കുറച്ച് കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു കൾച്ചർ, അങ്ങനെ അതിനെ ഏകാഗ്രമാക്കി മാറ്റുക എന്ന് പറയുന്ന ധർമ്മം കൂടി നിശ്ചയമായിട്ട് ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്. പിന്നെ അതിന് വിക്കേരസം എന്നൊരു പ്രതലമുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. വിശേഷിച്ചും എനിക്കറിയാവുന്ന കുറേ അധികം പേരെങ്കിലും അത് ചെയ്യുന്നുണ്ട്. കുഞ്ഞിന് വയ്യാതിരിക്കുമ്പോഴും സ്നേഹിതം വിഷമിക്കുമ്പോഴും അല്ലെങ്കിൽ വയോധികരായ മാതാപിതാക്കന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വിഷമം വരുമ്പോഴും ഒക്കെ ഇങ്ങനെ ബോധപൂർവ്വ ഉപവാസം എടുക്കുന്ന വളരെയധികം പേരെ ഞാൻ ഈ നാളുകളിൽ കണ്ടുമുട്ടുന്നുണ്ട്. അത് വലിയൊരു ഓർമ്മപ്പെടുത്തൽ, വിക്കേരിയസ് എന്ന് പറഞ്ഞൊരു പദമാണ്. ഒരാളുടെ സഹനം വേറൊരാളിങ്ങനെ ഏറ്റെടുക്കുക. ചെറിയ അളവിലോ അല്ലെങ്കിൽ വലിയ അളവിലോ ഒക്കെ ഇത് നമ്മൾ പുണ്യവാന്മാരിലൊക്കെ കാണുന്ന ഒന്നാണ്. ശേഷം അൽഫോൻസായുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി അത് വായിച്ചു കേൾക്കുന്നുണ്ട്. നമ്മുടെ പാരമ്പര്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഒരു മോൻ മരിക്കാൻ കിടക്കുമ്പോൾ നാളത്തെ പ്രഭാതം കുഞ്ഞിനെ കാണില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് നാളത്തെ പ്രഭാതം കാണാൻ പറ്റുന്നൊക്കെ കൊട്ടാരൻ വൈദ്യൻ പറയുമ്പോൾ ബാപ്പ നെഞ്ചുരുകി പ്രാർത്ഥിക്കുക, ഉള്ള അവൻ്റെ ജീവിതത്തെ വെറുതെ വിടുക, എന്നിട്ട് എന്നെ എടുക്കുക. ആ നിമിഷത്തിൽ ഈ പറയുന്ന മഹാരാജാവ് മരിച്ചു വീഴുകയും കുഞ്ഞ് സ്വപ്നത്തിലെന്ന കണക്ക് ഞെട്ടിയണീക്കുന്നതൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ബാബറിൻ്റെ ഹുബൈറിൻ്റെ കഥയാണത്. അപ്പം എല്ലായിടത്തും വിക്കേരിയസ് എന്ന് പറഞ്ഞൊരു പദമുണ്ട്. നമ്മുടെ പുണ്യ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടത്. ശയനപ്രദക്ഷിണമായാലും വേളാങ്കണ്ണി പോയപ്പോൾ ആ കാഴ്ച കണ്ട് ഇങ്ങനെ ദീർഘമായ ഒരു നിരത്തിലൂടെ ഇങ്ങനെ മനുഷ്യരിങ്ങനെ മുട്ടിൽമേൽ ഇഴഞ്ഞു പോവുകയാണ്. ചെറിയ കുഞ്ഞുങ്ങൾ പോലെ അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു നനവുണ്ടാവുന്നുണ്ട്, കണ്ണീര് പൊടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രതലം, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതം എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു തലം നിശ്ചയമായിട്ട് ഈ ഉപവാസത്തിനകത്തുണ്ട്. പിന്നെ ശരീരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് നൽകുന്ന കുറേ അധികം സൗഖ്യമുണ്ട്. മരുന്നുകളുടെ മാതാവിൻ്റെ പേരാണ് ഉപവാസം എന്നൊക്കെയുള്ള ചില ഗൗരവമായ ചില സൂക്തങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉപവാസം കൊണ്ടൊക്കെ സൗഖ്യമാകുന്ന രോഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. വിശേഷിച്ചും ശരീരം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് തീരെ വിശ്രമമില്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കണം. അത്തരം ഒരു കാലത്തിനകത്ത് 1-2 ദിവസം ഈ ശരീരത്തിന് കൊടുക്കുന്ന വിശ്രമം പോലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശയെ വല്ലാതെ മാറ്റുമെന്നും അതിൻ്റെ ഏകാഗ്രതയും അതിൻ്റെ നന്മയും ഒക്കെ വീണ്ടെടുക്കാനായിട്ട് ഉതകുന്നതൊക്കെയാണുള്ള ഒത്തിരി നിരീക്ഷണങ്ങളും പഠനങ്ങളും ഉണ്ട്. അപ്പം നിങ്ങളെ കുറേ കൂടി കോസ്മിക് ആക്കുന്നുണ്ട് ശരീരത്തേത്. ഭക്ഷണം എന്ന് പറയുന്നത് മേശ വിളമ്പുന്നത് മാത്രമല്ലോ. ഭക്ഷണം വേണ്ടെന്ന് വെച്ച് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഭൂമിയിലുള്ള പല ഊർജ്ജങ്ങളെക്കുറിച്ചും ധാരണ കിട്ടിയ, നടന്നു പോകുമ്പോൾ ചെരുപ്പ് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഭൗമോർജ്ജം നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ ആ വായുവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജം, ഈ മുകളിൽ കത്തി നിൽക്കുന്ന സൂര്യന് ലഭിക്കുന്ന സൗരോർജ്ജം, ഇങ്ങനെ ഒരുത്തന്നെ നിലനിൽക്കാനായിട്ട് ആവശ്യം ഈ മേശയിൽ വിളമ്പുകയും പാകപ്പെടുത്തുകയും മസാലയിട്ട കാര്യങ്ങളും മാത്രമാണ് നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ച കഷ്ടം. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ കോസ്മിക് ആയിട്ട് ഇങ്ങനെ മാറുകയാണ്. ഒപ്പം സ്വന്തം രസത്തെ വീണ്ടെടുക്കാന്ന് പറഞ്ഞ പ്രക്രിയയുണ്ട്. നിരന്തരം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഈ രസത്തെ തിരിച്ചറിയാനായിട്ട് പറ്റില്ല എന്ന് പറയുക. ഒരു എറണാകുളത്തൊക്കെ ഇങ്ങനെ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ബുഫേ ടേബിളൊക്കെ ഉള്ളതാണ്. ആ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന കുറേ അധികം വിഭവങ്ങൾക്ക് ഇടയിലിരിക്കുന്ന ഒരു പുരുഷനെ സ്ത്രീ എടുക്കുക, ഭാര്യയും ഭർത്താവിനും എടുക്കുക. അവർക്കിതിൻ്റെ ഒക്കെ രുചി അങ്ങോട്ട് കൃത്യമായിട്ട് കിട്ടുന്നതാണ് സംശയമുണ്ട്. എന്നാൽ അവരിങ്ങനെ താഴോട്ട് നോക്കുമ്പോഴേക്കും കാണാം മാട്ടിപ്പറമ്പിൽ കുറേ ബംഗാളി തൊഴിലാളികൾ പണി ചെയ്യുന്നുണ്ട്. ഉച്ചയായി കഴിയുമ്പോഴേക്കും അതിലൊരാളുടെ ഭാര്യ ഒരു ചെറിയൊരു പാത്രത്തിനകത്ത് കുറച്ച് കഞ്ഞിവെള്ളവും അതിനകത്ത് ഇത്തിരി ഉപ്പുമൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്ന അയാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ അതിനിങ്ങനെ ആസ്വദിച്ച് കുടിക്കുന്നത് ഈ കറങ്ങുന്ന റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഇവർ കാണുമെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ആ സ്ത്രീക്കും പുരുഷനോടും ഈ സ്ത്രീയോടും പുരുഷനും അസുഖം എന്നാ ചെയ്യും? എന്ത് രുചിയോടുകൂടി അവർ ഭക്ഷിക്കാമെന്ന് കാണുമ്പോൾ ഈ രസമുകുളങ്ങൾക്ക് സംഭവിക്കേണ്ട ഒരു വീണ്ടെടുക്കൽ പോലുമുണ്ട്. നിരന്തരം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ ധാരണയൊന്നും ഉണ്ടാവില്ല. 1-2 ദിവസം ഉപവാസത്തിന് ശേഷം നിങ്ങൾ തൊടിയിൽ ഒരു നെല്ലിക്ക പൊട്ടിച്ച് കഴിക്കുമ്പോൾ, ഒരിട്ട് തേൻ ഇറക്കുമ്പോൾ, ഒരു പഴം ഭക്ഷിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഈ പ്രപഞ്ചം എത്ര നല്ലതാണ്. അങ്ങനെ ഒരാളുടെ ആത്മീയവും ശാരീരികമായ പല വീണ്ടെടുപ്പുകളെയും സഹായിക്കുന്ന വളരെ അനുഗ്രഹം നിറഞ്ഞ ഒരു തപസ്സിൻ്റെ പേരാണ്, ഒരു നിഷ്ഠയുടെ പേരാണ് ഉപവാസം. ഒപ്പം ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. വിശപ്പെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം ഈ ഭൂമിയിലുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കഠിനമായ ഉപവാസത്തിനൊന്നും കടപ്പെട്ടവരല്ല, അവർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവരോട് പോലും പറയണം, മക്കളെ വിശപ്പെന്ന് പറഞ്ഞൊരു ഫാക്ടറി ലോകത്തുണ്ട്. ഇത് കാണിച്ചു കൊടുക്കാതെ, ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാതൊക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നത്? എന്തിനാണ് വളർത്തുന്നത്? സച്ചിദാനന്ദൻ്റെ കവിത കണക്ക് ക്ഷേത്രദർശനം കഴിഞ്ഞിട്ട് പുരുഷനും സ്ത്രീയും അവരുടെ കുഞ്ഞു മകളുമായിട്ട് പുറത്തേക്ക് വരിക. പെട്ടെന്ന് അച്ഛൻ അമ്മയോട് പറയുകയാണ്, കണ്ണു പൊത്തവളുടേത്, എതിരെ വരുന്നുണ്ട് മരണം, വാർദ്ധക്യം, രോഗം, ഭൂമിയുടെ സകലമാന ദുരന്തങ്ങൾ വരുന്നുണ്ട്, കണ്ണു പൊത്ത നമ്മുടെ മോളുടെ.
ഈ ചെറിയ മക്കളുടെ കണ്ണ് പൊത്തിച്ച് നമ്മൾ എത്ര കാലം കൊണ്ട് നടക്കും? ഇതിനകത്തൊക്കെ മറച്ചു പിടിച്ച് നമ്മൾ അവരെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോവുക? അപ്പോൾ വലിയ വിശക്കുന്നു, ഭൂമിക്ക് വിശക്കെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കാനെങ്കിലും ഒരാൾ വല്ലപ്പോഴും ഒക്കെ ഇതൊരു വിശപ്പിലൂടെ കടന്നു പോകുന്നത് നല്ലതാണ്. ഇതൊന്നുമല്ല, നമുക്ക് വേണ്ട ശരിയായ ഉപവാസം എന്നൊക്കെ കലമ്പുന്ന പുസ്തകം കൂടിയാണ് ബൈബിള്. താല്പര്യമുള്ളവർ തപ്പിയെടുത്ത് വായിക്കേണ്ട ഭാഗം യെശയ്യായുടെ പ്രവചനത്തിൽ നിന്ന് 58-ാം അധ്യായമാണ്. അവിടെ നിന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ദിവസം മാത്രം നിങ്ങൾ നിങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്ന ഈ ഉപവാസം വലിയ കാര്യമൊന്നുമില്ല. ഒരു ദിവസം നിങ്ങൾ ഞാങ്ങണേ കണക്ക് വിനീതരാവുകയും ചാരത്തിലിരിക്കുന്നതുകൊണ്ടും കാര്യമില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസമൊന്നുമല്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം നീതിബോധത്തിന് ഉപവാസം. സകല നുഖങ്ങൾ എടുത്തു മാറ്റുകയും സകലർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും സകലർക്കും വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾ ഏർപ്പെടുന്ന ആ നീതിയുടെ പരിശ്രമങ്ങളെയാണ് പഴയ നിയമം ഉപവാസം എന്ന് വിളിക്കുക. അങ്ങനെയെങ്കിൽ ഈ 50 ദിവസങ്ങൾ ആ കഠിനമായ ആഴമുള്ള നീതിബോധത്തിൻ്റെ ദിവസങ്ങൾ കൂടി ആവട്ടെ. അല്ലെങ്കിൽ ഇതൊക്കെ വളരെ തീരെ ചെറിയ ആഴമില്ലാത്ത അനുഷ്ഠാനമായിട്ട് ചുരുങ്ങിപ്പോയിരിക്കും. ജീവിതം പ്രഭാമയം സന്നിധാനം.